Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ യങ് ലേഡീസ് ടോയ്ലറ്റ് ആണ് ബൈ വില്യം ടൈലർ. സോ ഹു വാസ് വില്യം ടൈലർ? വില്യം ടൈലർ സെർവ്ഡ് ആസ് എ സിവിൽ സെർവൻറ്റ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സിവിൽ സെർവൻറ്റ് ആയിരുന്നു വില്യം ടൈലർ. പിന്നെ ഹി ബിക്കെയിം ദ കമ്മീഷണർ ഓഫ് കുട്ട, കമ്മീഷണർ ഓഫ് പട്ന, അങ്ങനെ കുറേ പൊസിഷൻസ് കിട്ടിയിട്ടുണ്ട്. And he was suspended and demoted to a low rank for his harsh approach towards the local people. ലോക്കൽ പീപ്പിളിൻ്റെ അടുത്തുള്ള ഹാർഷ് അപ്രോച്ച് കാരണം സസ്പെൻഡ് ചെയ്തിട്ട് ലോ റാങ്കിലേക്ക് മാറ്റപ്പെട്ട ഒരാളാണ് വില്യം ടൈലർ. അപ്പം നമുക്കിവിടെ ഉള്ളത് ദ യങ് ലേഡീസ് ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ യങ് ലേഡീസ് ടോയ്ലറ്റ് ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കൈൻഡ് ഓഫ് ചാപ്റ്ററാണ്. പോമല്ല, നോവലല്ല, ഇറ്റ്സ് എ പെയിൻറ്റിങ്. ഒരു പെയിൻറ്റിങ്ങിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കുള്ളത്. സോ സിവിൽ സെർവൻ്റ് ആയിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറഞ്ഞല്ലോ. സോ അപ്പോൾ തന്നെ വി ക്യാൻ ഗെസ് ദാറ്റ് അതൊരു കൊളോണിയൽ പീരിയഡിലുള്ള ബ്രിട്ടീഷ് റൂൾ ചെയ്ത സമയത്തൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റിങ്. ഓക്കെ, അതാണ് എന്നുള്ളത്. ആൻഡ് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് പീപ്പിൾ ഓഫ് ഇന്ത്യ വിച്ച് വാസ് ഹിസ് ടോപ്പിക് ഫോർ പെയിൻറ്റിങ്. സോ ടൈലർ ഒരു എമച്വർ ആർട്ടിസ്റ്റാന്ന് പറയുന്നുണ്ട് ഇവിടെ. എമച്വർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എമച്വർ ആർട്ടിസ്റ്റും പ്രൊഫഷണൽ ആർട്ടിസ്റ്റും വ്യത്യാസമുണ്ട്. പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഡ്രോയിങ് പ്രോസസ്സ് എൻജോയ് ചെയ്യും, പ്രോസസ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും, ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പിക്ചർ വരക്കുന്നത്, പെയിൻറ്റിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം, സ്കിൽ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ എമച്വർ ആർട്ടിസ്റ്റ് ജസ്റ്റ് കാണുന്നത് പെയിൻറ്റ് ചെയ്യുക, അവരുടെ ഒരു പേർപ്പസിന് വെറുതെ സിംപ്ലി ദേ പെയിൻറ്റ്. They don't focus on their skill development or the process. But they think that they are great painters. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഹീസ് എ പോർട്രേറ്റിസ്റ്റ്, കാരിക്കേച്ചറിസ്റ്റ്. അപ്പം കുറേ സ്കിൽസ് ഉണ്ട്. ടൈലറിൻ്റെ 6 ലിത്തോഗ്രാഫ്സ് പിക്ചേഴ്സ് വരുന്ന ഒരു വർക്കാണ് സ്കെച്ചസ് ഇല്ലസ്ട്രേറ്റിംഗ് ദ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദ ഇന്ത്യൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് ഡ്രോൺ ഓൺ സ്റ്റോൺ ഫ്രം ദ ഒറിജിനൽ ഡ്രോയിങ്സ് ഫ്രം ലൈഫ് ബൈ വില്യം ടൈലർ. ഇതാണ് ഈ വർക്കിൻ്റെ പേര്. ഇതിലെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, 6 പെയിൻറ്റിങ്സ് ഉണ്ട്. അതാണ് ദ യങ് സിവിലിയൻസ് ടോയ്ലറ്റ്, ദ യങ് ലേഡീസ് ടോയ്ലറ്റ്, ദ ബ്രേക്ക്ഫാസ്റ്റ്, ദ വിമൻ ഗ്രൈൻഡിങ് അറ്റ് ദ മില്ല്, ദ സന്യാസീസ്, ദ വില്ലേജ് ബാബർ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ദ യങ് ലേഡീസ് ടോയ്ലറ്റ് ആണ് നമുക്കുള്ളത്. സോ ഈ പെയിൻറ്റിങ്സിലൊക്കെ ദേ ഓൾ പോർട്രേ ദ എവറി ഡേ ലക്ഷൂറിയസ് ലൈഫ് ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ. ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഒരു ലക്ഷൂറിയസ് ലൈഫ്, അവരുടെ ഒരു ആധിപത്യം ഈ പെയിൻറ്റിങ്സിലൊക്കെ കാണാൻ പറ്റും. ഈ എല്ലാ പെയിൻറ്റിങ്സിലും ഇന്ത്യൻ പീപ്പിൾ ഒരു അടിമയായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ടൈലറിൻ്റെ മറ്റൊരു വർക്കാണ് 38 ഇയേഴ്സ് ഇൻ ഇന്ത്യ. അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ടാണ് ഓഫ് ഹിസ് ടൈം ഇൻ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഇന്ത്യയിലെ ഒരു അനുഭവം, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു വർക്കാണ് 38 ഇയേഴ്സ് ഇൻ ഇന്ത്യ. അത് 2 വോള്യൂംസിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതാണ് ആ ഒരു പെയിൻറ്റിങ്. ഇതിൻ്റെ കളർഫുൾ വേർഷൻ ഞാനിവിടെ കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള പെയിൻറ്റിങ് ഇതാണ്. ഈ പെയിൻറ്റിങ്ങിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഇംഗ്ലീഷ് വുമൺ ഉണ്ട്, ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇംഗ്ലീഷ് വുമൺ ഉണ്ട്. ഇംഗ്ലീഷ് വുമണിന് ഇങ്ങനെ എന്തോ ചെയ്തു കൊടുക്കുകയാണ് ഒരു ഇന്ത്യൻ വുമൺ, ഇന്ത്യൻ കൈൻഡ് ഓഫ് ഡ്രസ്സിങ് ചെയ്ത ഒരു ഇന്ത്യൻ വുമൺ താഴെ നിന്നിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ ബോയ് അവിടെ നിൽക്കുന്നുണ്ട് സൈഡിൽ. പിന്നെ ടേബിളിൽ ഒരു പാരറ്റ് ഉണ്ട്. പിന്നെ ആ നിൽക്കുന്ന ഇന്ത്യൻ വുമണിൻ്റെ ഇന്ത്യൻ മെയ്ഡാണതെന്ന് പറയാം. ആ മെയ്ഡിൻ്റെ ബാക്കിൽ ഒരു സീനറി എന്തോ, അതിൻ്റെ അടുത്തൊരു ഫ്ലൈ വിസ്ക് കാണാം. ഫ്ലൈ വിസ്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഫ്ലൈസിനെ, പാറ്റകളൊക്കെ അടിക്കാനും തട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. പക്ഷെ അത് പവറുള്ളവർ സൂക്ഷിച്ചിരുന്ന ആ പവറിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അറ്റ് എ ഗ്ലാൻസ് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ആ ഒരു ടോട്ടൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു കേർട്ടൻ, അത് ഒരു റോയൽ ലുക്ക് കൊടുക്കുന്ന കാപ്പറ്റ് ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്. എന്തൊക്കെയാണ് ഈ പെയിൻറ്റിങ്ങിൽ നോക്കാം. സോ യങ് ലേഡീസ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അന്നത്തെ ഒരു കൈൻഡ് ഓഫ് ബ്രിട്ടീഷ് വുമൻ്റെ, ഒരു യൂറോപ്യൻ വുമൻ്റെ ഒരു റൂം. ഇപ്പോൾ കണ്ടംപററി ഇങ്ങനത്തെ പെയിൻറ്റിങ്സിനൊക്കെ ഭയങ്കര വാല്യൂ കൂടിയിട്ടുണ്ട്. ടൈലേഴ്സ് പെയിൻറ്റിങ്സ് ഹാവ് ബീൻ എ പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഫോർ കണ്ടംപററി ആർട്ട് ലവേഴ്സ്. ഹിസ് വർക്ക് ഹാസ് ബീൻ ഓഫേർഡ് അറ്റ് ഓപ്ഷൻ മൾട്ടിപ്പിൾ ടൈംസ്. ലേലത്തിന് കൊടുത്തിട്ടുണ്ട് കുറേ പ്രാവശ്യം, നല്ല പൈസക്ക് വിറ്റ് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ്. സിൻസ് 2021 ദ റെക്കോർഡ് പ്രൈസ് ഫോർ ദിസ് ആർട്ടിസ്റ്റ് അറ്റ് ഓപ്ഷൻ ഇസ്, അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വില കിട്ടിയത് $6,178 ആണ്. for sketches illustrating the manners and customs of Indian and Anglo-Indians drawn on stone from original drawings from life, sold by Bonham's Knightsbridge in 2021. അപ്പോൾ ഈ കൊളോണിയൽ പെയിൻറ്റിങ്സിൻ്റെ പാർട്ടാണ് ഈ പെയിൻറ്റിങ്. 18th and 19th സെഞ്ച്വറിയിലെ കൊളോണിയൽ പെയിൻറ്റിങ്സ് ഒരു വിഷ്വൽ റെക്കോർഡാന്ന് പറയാം ബ്രിട്ടീഷ് എംപയർസ് എൻകൗണ്ടർ വിത്ത് ഇന്ത്യ.
These works of art often reflect the attitudes, beliefs, and power dynamics that shaped colonial rule. കൊളോണിയലിസം ഇന്ത്യയിലുള്ള സമയത്ത്, ബ്രിട്ടീഷുകാരുള്ള സമയത്ത്, ആ സമയത്തെ ആറ്റിറ്റ്യൂഡ്സ്, ബിലീവ്സ്, പവർ ഡൈനാമിക്സ് ഒക്കെ ഈ പിക്ചേഴ്സിലൂടെ ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലൊക്കെ ബ്രിട്ടീഷ് പെർസെപ്ഷൻ ഓഫ് ഇന്ത്യയാണ് ഈ പെയിൻറ്റിങ്സിലൊക്കെ കാണാൻ പറ്റുക. അതിലൊക്കെ ഇന്ത്യയിലെ പീപ്പിളിനെ ഒരു ഇൻഫീരിയർ ആയിട്ട്, സിവിലൈസ്ഡ് ആയിട്ട് വെസ്റ്റേൺ പീപ്പിളിനെ, അതിനേക്കാളും താഴ്ന്ന ആൾക്കാരായിട്ടാണ് ഇന്ത്യയിലെ ആൾക്കാരെ, ഇന്ത്യൻ പീപ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Now, in The Young Lady's Toilet by Taylor, the European woman wears a white muslin gown and a cashmere shawl. അപ്പോൾ ആ ഒരു യൂറോപ്യൻ വുമൺ നമ്മൾ പറഞ്ഞു മെയിൻ ഹൈലൈറ്റ് ആ പിക്ചറിലെ. വാട്ട് ഇസ് ഷീ വിയറിങ്? ഒരു വൈറ്റ് മസ്ലിൻ ക്ലോത്തിലുള്ളൊരു നല്ല സിൽക്ക് പോലത്തെ ഫീൽ ചെയ്യുന്ന നല്ലൊരു ക്ലോത്തിലുള്ളൊരു ഗൗൺ, വൈറ്റ് ഗൗണും അതിലേക്ക് കാശ്മീർ ഷോളുമാണ് ഇട്ടിരിക്കുന്നത്. കാശ്മീർ ഷോള് അത് പവർ, അതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നല്ല വിലയുള്ള, നല്ല മണി ഒക്കെ ഉള്ളവർ യൂസ് ചെയ്തിരുന്ന ഒരു ഷോളാണ്. both of which were highly valued in Europe during the colonial period. Muslin and Kashmiri shawls were made in India, often at the expenses of local labor and craftsmanship. അപ്പം ലോക്കൽ ലേബേഴ്സ്, ലോക്കൽ ജോലിക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു ഇന്ത്യയിൽ മസ്ലിൻ, കാശ്മീരി ക്ലോത്തൊക്കെ. നല്ല വിലപിടിപ്പുള്ള ക്ലോത്തായിരുന്നു. Her attire shows that the luxurious goods of the East were appropriated by the West, fitting the Orientalist view that imagined the East as mysterious, exotic and corrupt, in contrast to the rational, disciplined West. അപ്പോൾ ഈസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈസ്റ്റിനെ ഒരു എക്സോട്ടിക്, മിസ്റ്റീരിയസ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈസ്റ്റേൺ കൾച്ചറിനെ ഒരു അതറായിട്ട്, വേറൊരു ആൾക്കാരായിട്ടും യൂറോപ്യൻ കൾച്ചറിനെ സുപ്പീരിയറായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ വൈറ്റ് മസ്ലിൻ ഗൗണിട്ട് കാശ്മീരി ഷോളൊക്കെ അണിഞ്ഞ ഒരു യൂറോപ്യൻ വുമൺ ഉണ്ട്. പിന്നെ ദ ഇന്ത്യൻ മെയ്ഡ് ഡ്രസ്ഡ് ഇൻ എ യെല്ലോ സ്കേർട്ട് ഇട്ട് ഒരു ഇന്ത്യൻ മെയ്ഡ് ഉണ്ട്, ജോലിക്കാരിയുണ്ട്. ഷീ ഈസ് അനദർ സിംബൽ ഓഫ് കൊളോണിയൽ സിസ്റ്റം. ഹെർ റോൾ ആസ് എ സെർവൻറ്റ് അണ്ടർസ്കോഴ്സ് ദ സ്റ്റാർക്ക് റേഷ്യൽ ആൻഡ് ക്ലാസ് ഡിസ്പാരിറ്റീസ്. അപ്പോൾ ആ ഒരു റേഷ്യൽ ഡിസ്പാരിറ്റി ഒക്കെ കാണാൻ പറ്റും. വിത്ത് ദ യൂറോപ്യൻ വുമൺ ഓക്യുപ്പൈയിങ് എ പൊസിഷൻ ഓഫ് പ്രിവിലേജ് ആൻഡ് കൺട്രോൾ, വൈൽ ദ ഇന്ത്യൻ മെയ്ഡ് ഇസ് റിലിഗേറ്റഡ് ടു എ സബോർഡിനേറ്റ് പൊസിഷൻ ഓഫ് ലേബർ. അവിടെ ക്ലാസ്, റേഷ്യൽ ഡിസ്പാരിറ്റീസ് ഒക്കെ കാണാൻ പറ്റുക. ഇന്ത്യൻ മെയ്ഡിന് അവിടെ ഒരു ലേബർ പൊസിഷൻ, ഇന്ത്യൻസിനെ ഒരു ജോലിക്കാരെ പോലെ, അടിമകളെ പോലെയാണ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ദ മെയ്ഡ്സ് യെല്ലോ സ്കേർട്ട് സിംബലൈസ് ഹെർ കണക്ഷൻ ടു ഇന്ത്യ സ്പിരിച്വാലിറ്റി, ബട്ട് ഇൻ ദ കൊളോണിയൽ കോണ്ടെക്സ്റ്റ് ഇറ്റ് ഓൾസോ സജസ്റ്റ് ഹെർ സബ്ജുഗേഷൻ ആൻഡ് മാർജിനലൈസേഷൻ. അപ്പോൾ മെയ്ഡിൻ്റെ ആ ഒരു യെല്ലോ സ്കേർട്ട് അതിന് വരെ ഇവിടെ സിമ്പിളുണ്ട്, മീനിങ് ആണ്, അതുവരെ ഒരു മീനിങ് ആണ്. അത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, പക്ഷേ മാർജിനലൈസേഷനെയും റെപ്രസെൻറ്റ് ചെയ്യും കൊളോണിയലിസത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ. ഓക്കെ, ബിക്കോസ് അങ്ങനെയുള്ളവരൊക്കെ അന്ന് മാർജിനലൈസ്ഡ് ആയിരുന്നു, അടിമകളായിരുന്നു. പിന്നെ ഒരു ഇന്ത്യൻ വുമണും കൂടെ ഉണ്ട് അല്ലേ. ഷീസ് പോറിങ് വാട്ടർ ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റ്സ് സെർവിറ്റ്യൂഡ്. അതൊരു സെർവൻറ്റിനെ പോലെ എന്തോ ഒരു വർക്ക് അവിടെ നിലത്തിരുന്നുകൊണ്ട് ചെയ്യുകയാണ്. ആൻഡ് വാട്ടർ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് കുഡ് ബി എ മെറ്റഫോർ ഫോർ ബോത്ത് ലൈഫ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ വാട്ടറിനെ, അവൾ ഒഴിക്കുന്ന ആ ഒരു വാട്ടറിനെ, ആ ഇന്ത്യൻ വുമൺ ഒഴിക്കുന്ന വെള്ളത്തിന്, അതിനെ നമുക്ക് ഒരു മെറ്റഫറായിട്ട് കാണാം, ലൈഫിനെ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനെ. അവരുടെ ലൈഫ് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, അവരുടെ ലൈഫ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള സെൻസിൽ വാട്ടറിനെ ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനായിട്ട് അവിടെ വിചാരിക്കാം. ദ പ്രസൻസ് ഓഫ് ഇന്ത്യൻ ബോയ്, പിന്നെയുള്ളത് എന്താ പിക്ചറിൽ? ഇന്ത്യൻ ബോയ്, പ്രോബബ്ലി എ സെർവൻറ്റ്. ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് കൊളോണിയൽ സബ്ജുഗേഷൻ. ഇനി അതിൻ്റെ വേറൊരു വശം നോക്കുകയാണെങ്കിൽ, ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, കോളണൈസ്ഡിനെ ഒരു ചൈൽഡ് ലൈക്ക് ആയിട്ട് കാണുക എന്ന് പറയാം. കോളണൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ കോളണൈസ്ഡ് ആയിട്ടുള്ള ആരാ? ഇന്ത്യൻ പീപ്പിളിനെ ബ്രിട്ടീഷുകാർ കോളണൈസ് ചെയ്തു. സോ കോളണൈസ്ഡ് ആയിട്ടുള്ളവരെ ഒരു ചൈൽഡ് ലൈക്ക്, ഇന്നസെൻറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും ആവാം ആ ഒരു ബോയിനെ അവിടെ കൊടുത്തത്. ആൻഡ് ദേ ആർ ഇൻ നീഡ് ഓഫ് ഗൈഡൻസ്, ആരുടെയോ സഹായം വേണ്ടേ, ഒരു ഇന്നസെൻറ്റ് ചൈൽഡ് ലൈക്ക് ആയിട്ട് കോളണൈസ്ഡ് പീപ്പിളിനെ കാണാം. ആൻഡ് ദ ബോയ് ക്യാൻ ഓൾസോ സിഗ്നിഫൈ ദ കൊളോണിയൽ സിവിലൈസിങ് മിഷൻ. അപ്പം ഒരു സിവിലൈസിങ് മിഷൻ്റെ ഭാഗമായിട്ടും ആ ഒരു ബോയിനെ കാണാം. സിവിലൈസിങ് മിഷൻ എന്താ? ചിൽഡ്രൻ, കോളനൈസ്ഡ് ലാൻഡിലെ ചിൽഡ്രനൊക്കെ വെസ്റ്റേൺ വാല്യൂസും മാനേഴ്സൊക്കെ പഠിപ്പിച്ചിട്ട് അവരുടെ എംപയറിനെ, ബ്രിട്ടീഷ് എംപയറിനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. അപ്പോൾ അത് അവരുടെ സിവിലൈസിങ് മിഷൻ. അപ്പോൾ ആ മിഷൻ്റെ ഭാഗമായിട്ടും ആ ഒരു ബോയിനെ കാണാം. പിന്നെ ആ പിക്ചറിലുള്ള ഒന്നാണ് ദ പാരറ്റ്. പാരറ്റ് പേർച്ച്ഡ് നിയർ ബൈ ഇസ് സിംബോളിക് ഓഫ് ദ എക്സോട്ടിക് നേച്ചർ ഓഫ് ദ കോളനീസ്. അപ്പോൾ ഈ കോളനീസിൻ്റെ ഒക്കെ എക്സോട്ടിക് നേച്ചറിനെ പാരറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ യൂറോപ്യൻ ഫാസിനേഷൻ വിത്ത് ദ നാച്ചുറൽ വേൾഡ് ഓഫ് ഈസ്റ്റ്. യൂറോപ്പുകാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേ ഫീൽ ഫാസിനേറ്റഡ് വിത്ത് ദ നേച്ചർ ഓഫ് ഈസ്റ്റ്. അപ്പോൾ അതും അതിൽ കാണാൻ പറ്റും ആ ഒരു പാരറ്റിലൊക്കെ.
ദെൻ പിന്നെ എന്താ പിക്ചറിലുള്ളത്, ദ ബാക്ക്ഗ്രൗണ്ട്, ദ സ്ക്രീൻ ആൻഡ് പിക്ചേഴ്സ്. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ക്രീന് പിക്ചേഴ്സ് ഒക്കെ അല്ലേ. ഇറ്റ് കുഡ് ബി ഐദർ ട്രഡീഷണൽ ഇന്ത്യൻ ഓർ കൊളോണിയൽ ആർട്ടിഫാക്ട്സ്. അപ്പോൾ അത് കൊളോണിയൽ ആർട്ടിഫാക്ട്സ് ആവാം, കൊളോണിയൽ ഒരു കൈൻഡ് ഓഫ് ബ്രിട്ടീഷ് എംപയർ അവരുടെ റൂം അങ്ങനെ ആവാം, ഒരു ട്രഡീഷണൽ ഇന്ത്യൻ വേ ഓഫ് ഡിസൈനും ആവാം എന്ന് പറയുകയാണ്. ദ സ്ക്രീൻ റെപ്രസെൻറ്റ് ദ ഫിസിക്കൽ ആൻഡ് സിംബോളിക് ഡിവൈഡ് ബിറ്റ്വീൻ കോളനൈസർ ആൻഡ് കോളനൈസ്ഡ്. അപ്പോൾ അതിൽ സ്ക്രീൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോളനൈസറും കോളനൈസ്ഡും തമ്മിലുള്ള ഒരു ഡിവൈഡാണ്. ഇനി ദ ഫ്ലൈ വിസ്ക്, ഞാൻ പറഞ്ഞ ആ ഒരു ടൂള്, ഫ്ലൈനൊക്കെ പാറ്റകളെ കാട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലൈ വിസ്ക്, എ ടൂൾ അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ റോയാലിറ്റി, സജസ്റ്റ് പവർ ആൻഡ് പ്രിവിലേജ്. പവറും പ്രിവിലേജൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ഫ്ലൈ വിസ്ക്. അത് അവിടെ അങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. However, in colonial context, such objects were often stripped of their cultural meaning and turned into commodities. പക്ഷേ കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ അതിനൊക്കെ കൊമോഡിറ്റീസ്, ഇന്ത്യൻ വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യാതെ അതിനൊക്കെ ജസ്റ്റ് ഒരു കമോഡിറ്റി, ഒരു സാധനമായിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഹാങ് ചെയ്തതെന്നും പറയാം. അപ്പോൾ ഇതിൽ ഓരോന്നും നോക്കുമ്പം അതിൻ്റെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്താണ്, കൊളോണിയൽ കോണ്ടെക്സ്റ്റ് എന്താണ് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിൽ അതിൻ്റെ വാല്യൂ എന്താണ്, പക്ഷേ ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കാം മീൻ ചെയ്തത് എന്നുള്ളത്. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ദ ഫോട്ടോഗ്രാഫ് ഫോർഗ്രൗണ്ട്സ് കീ കൊളോണിയൽ ഐഡിയോളജീസ് ലൈക്ക് എക്സോട്ടിസം, റേഷ്യൽ ഹൈറാർക്കി, കൾച്ചറൽ അപ്രോപ്രിയേഷൻ. ഇതൊക്കെയാണ്, ഈ 3 കാര്യങ്ങളാണ് ഈ ഫോട്ടോഗ്രാഫിലുള്ളത് എന്ന് പറയാം. കൊളോണിയലിസം, എക്സോട്ടിസം, റേഷ്യൽ ഹൈറാർക്കി, കൾച്ചറൽ അപ്രോപ്രിയേഷൻ, ഇതൊക്കെ. ഓക്കെ. The objects and people in the scene symbolize the complex relationship of exploitation, control, and the commodification of culture that defined the East-West encounter. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എൻകൗണ്ടർ, വെസ്റ്റേഡ് ഭയങ്കര ഹൈ ആണ്, അവരൊരു ഉയർന്ന ലെവലിൽ നിൽക്കുന്നവരാണ്, സുപ്പീരിയർ ആണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അത് കാരണം ഉണ്ടാകുന്ന എക്സ്പ്ലോയിറ്റേഷന്, അതിൻ്റെ കൺട്രോള്, കൊളോണിയലിസം, കൊളോണിയൽ റൂള്, അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു കൊളോണിയൽ പെയിൻറ്റിങ്സ്, ഇങ്ങനത്തെ കൊളോണിയൽ പെയിൻറ്റിങ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ ഓരോന്നും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ വുമണിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം, യൂറോപ്യൻ വുമണ്, അവളെ സഹായിക്കുന്ന ഇന്ത്യൻ മെയ്ഡിൻ്റെ യെല്ലോ സ്കേർട്ട് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, പിന്നെ താഴെ ഇരിക്കുന്ന ഒരു ഇന്ത്യൻ വുമണ്, ഷീസ് പോറിങ് വാട്ടർ. അപ്പോൾ വാട്ടറിനെ വരെ അവിടെ സിംബൽ ഉണ്ട്, വാട്ടറിന് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ, ലൈഫൊക്കെ ആയിട്ട്, ലൈഫിൻ്റെ ഒക്കെ ഒരു മെറ്റഫറായിട്ട് പറയാം. പിന്നെ ഒരു ഇന്ത്യൻ ബോയ് അല്ലേ, പിന്നെ പാരറ്റ്, ഫ്ലൈ വിസ്ക്, ആ ഒരു സ്ക്രീന്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ്. So that's all about this chapter. Best of luck for your exams. Thank you.